പരമപുരുഷശയ്യേ ഭാരതക്ഷൗണിമൂലെ പരശുജയപതാകെ പത്മജാനൃത്തശാലെ പരമിവനു സഹായം പാലിലാരുള്ളു നീയേ പരവശതയകറ്റിപ്പാലനം ചെയ്കതായേ. അംബാശിവർ അന്യോന്യം അംബാശിവർ നീട്ടിവിറ്റ കണ്ണോട്ടമേറ്റുള്ളൊരു നല്ല രാജ്യം. ആദ്യം പറഞ്ഞത് ഭാരതത്തെ പറ്റിയും രണ്ടാമത് പറഞ്ഞത് കേരളത്തെ പറ്റിയാണ്. എവിടെയാണോ ചതുപ്പായി കിടന്നിരുന്നതായ ഒരു സ്ഥലത്തെ പരശുരാമ ഈശ്വരൻ ഒരു സ്ഥാനം കണ്ട് മഴുവെറിഞ്ഞ് സ്ഥാനം കണ്ട് ആ ചതുപ്പിനെ മാറ്റിയെടുത്തുകൊണ്ട് നിർമ്മിച്ചതായ കേരളം. മണ്ണ് ആറും ശാല. രണ്ട് സർപ്പദമ്പതിമാർ കാട്ടിൽ ഒരു ഇല്ലത്തിൻ്റെ കാട്ടിൽ കാട്ടുതീയിൽപ്പെട്ട് അപ്പോൾ സന്താന സൗഭാഗ്യങ്ങളില്ലാത്ത അമ്മമാർ ആ കാട് കെടുത്തിക്കൊണ്ട് അവരെ രക്ഷിച്ച സമയത്ത് അവർ പ്രത്യക്ഷപ്പെട്ടു. ശിവപാർവതി നാഗരാജ നാഗേക്ഷ സ്വരൂപത്തിലായി പ്രത്യക്ഷപ്പെട്ടു. നിങ്ങളുടെ തലമുറകളിലേക്ക് ഞങ്ങൾ സന്താനങ്ങളായിട്ട് വരും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് അപ്രത്യക്ഷമായിട്ട് പിന്നീട് വന്നതായ തലമുറയിൽ രണ്ട് ഇരട്ട കുട്ടികളുണ്ടാകുകയും ഒന്ന് ഒരേ ഛായയിൽ രണ്ടുപേരും, ഒരാൾ സാധാരണ കുട്ടികളെ പോലെ പെരുമാറുകയും മറ്റൊരാൾ ആ സർപ്പത്തിനെ പോലെ എറിഞ്ഞ് ആഹാരം കഴിക്കുകയും ചെയ്ത സമയത്ത് അവിടെ ബുദ്ധിമുട്ടായി പലർക്കും. അപ്പം എനിക്ക് നിലവറയിലേക്ക് തന്നാൽ മതി എന്ന് ഒരു ബ്രാഹ്മണപുരാൻ പറയുകയും നിറവിലേക്ക് കൊടുത്തുകയും ചെയ്തു. അപ്പോൾ തമോഗുണ സ്വഭാവമായ സ്ത്രീജനങ്ങൾ എല്ലാ കണ്ണുകൾ അങ്ങനെയാണ്. എവിടെ എന്ത് നടന്നാലും ഒന്ന് നോക്കാൻ തോന്നും. അവിടെ മണ്ണാറശാലയിൽ നിലവറയിലേക്ക് നോക്കിയപ്പോൾ ആ ബ്രാഹ്മണകുമാരൻ സർപ്പത്തിൻ്റെ സ്വർണ്ണ നിറത്തിലുള്ളതായ ഐശ്വര്യപ്രദമായ തേജസ്സുറ്റതായ സർപ്പത്തിൻ്റെ സ്വരൂപത്തിൽ തന്നെയാണ് ഭക്ഷണം കഴിക്കുന്നത്. ഇനി ഞാൻ ആ സ്വരൂപത്തിലില്ല എന്ന് പറയുകയും പിന്നീട് അവിടെ നിലവറയിൽ വ്രതമെടുത്തുകൊണ്ട് ഉരുളികമത്തിയാൽ സന്താന സൗഭാഗ്യങ്ങൾ ഉണ്ടാവും എന്നൊക്കെ പറയുന്നു. അപ്പോൾ കേരളം എന്ന് പറയുന്നത് ക്ഷേത്രങ്ങളുടെ ഒരു സഞ്ചയം തന്നെയാണ്. 3000-ഓളം വർഷം പഴക്കമുള്ളതായ തലപ്പുഞ്ച മഹാദേവ ക്ഷേത്രം. അവിടെ എല്ലാത്തിൻ്റെതായ അവശിഷ്ടങ്ങൾ, ഉപദേവന്മാരുടെ പീഠങ്ങളുടെ അവശിഷ്ടങ്ങൾ, അതുപോലെ തന്നെ ബലിക്കല്ലുകൾ ഒക്കെ നിറഞ്ഞു നിൽക്കുന്നതായ ഒരു ക്ഷേത്രം. ശിവപാർവതി സ്വരൂപത്തിലുള്ളതായ മഹാദേവ ക്ഷേത്രം. അവിടെ കിഴക്കോട്ട് ദർശനമായിക്കൊണ്ട് ഒരേ പീഠത്തിലേക്ക് തന്നെ ഒരേ ചൈതന്യത്തിലേക്ക് തന്നെ നിവേദ്യങ്ങൾ സ്വീകരിക്കുന്നതായ അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാവുമ്പോൾ നമുക്കറിയാം വലിപ്പമല്ല പ്രധാനം. സൂക്ഷ്മം, സ്ഥൂലം മുതലായ സ്വരൂപത്തിലുള്ളതായ സൂക്ഷ്മ സ്വരൂപത്തിൽ ഭഗവാൻ അവതരിക്കും. ജലേ വിഷ്ണു സ്ഥലേ വിഷ്ണു വിഷ്ണു ആകാശം ചെറിയ സാവരം ജംഗമം വിഷ്ണു സർവം വിഷ്ണു വിഷ്ണു. ജലം അമൂല്യമാണ്, അത് പാഴാക്കലെന്ന് പറയും. അപ്പം ജലമാണ് പ്രധാനം. ജലത്തിലാണ് ആദ്യത്തെ ജീവാംശം ഉണ്ടാകുന്നത്. നമ്മുടെ ജീവാംശത്തിലുള്ളതായ സ്ത്രീയായാലും പുരുഷനായും ജന്മത്തിന് കാരണഭൂതമായ ഹോർമോൺസും എല്ലാം ജലാംശമാണ്. അപ്പോൾ വെള്ളം ധാരാളമുള്ള സ്ഥലത്ത് ഭാഗ്യമാണ് എന്നർത്ഥം. അപ്പോൾ ജലം കിട്ടാതെ കഷ്ടപ്പെടുന്ന കുടിജലം കഷ്ടപ്പെടുന്ന പല ആൾക്കാരുമുണ്ട്. അവർ നാട്ടിലൊക്കെ വരുമ്പോൾ അവർ ജലത്തിൻ്റെ മേന്മ അറിയുന്നു എന്നർത്ഥം. അങ്ങനെ സ്നേഹിക്കാനും ലോകത്തിലെ മുഴുവൻ സ്നേഹിക്കാനും തന്നെയാണ് എല്ലാ ഗംഗേ ജമുനേ ജൈവ ഗോദാവരി സിന്ധുകാവലി ജലസിന്ധു ഗംഗാദ്യാ സർവദാ സന്നിധ ഇമാപ ശിവാസന്ധു ശുഭാസുദ്ധാശർമ്മണ പാവളാശ്രീ ജലാശയ പൂതാ സൂര്യശ്രീസ്മിഭി. ഇതപ്പം ഗംഗാസ്നാനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുമില്ല. കോടിക്കണക്കിന് ആൾക്കാർ ഗംഗാസ്നാനങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടെ ഗവൺമെൻറ്റും അവിടെ പൊതുപ്രവർത്തകരും എല്ലാവരും ഉൾപ്പെട്ടുകൊണ്ട് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിക്കൊണ്ട് എല്ലാവർക്കും നന്മ വരാൻ ഒരു അസുഖമില്ലാത്ത രീതിയിൽ അത് അവിടെ കുളിക്കുമ്പോൾ അറിയാം. തലപ്പുഞ്ഞ മഹാദേവൻ്റെ തിരിച്ചടയിൽ നിന്നും ഭഗീരഥ പ്രയത്നത്തോടുകൂടി അതിശക്തമായ ഒഴുക്കിലൂടെ ഭൂമിയിലേക്ക് പതിച്ച ഗംഗയെ മഹാദേവൻ ബാക്കിയുള്ളവർക്ക് ഈ ജലത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ അപാര ശക്തി, അതിൽ നിന്നാണ് വൈദ്യുതി ഉണ്ടാകുന്നതെന്നർത്ഥം. അപ്പോൾ അങ്ങനെ ശക്തമായ രീതിയിൽ പ്രവഹിച്ചതായ ഒരു ഗംഗയെ തൻ്റെ തിരിച്ചടയിൽ വഹിച്ചുകൊണ്ട് പിന്നെ ഇവിടെ വടക്കോട്ട് ഒഴുക്കിക്കൊണ്ട് തലപ്പുഞ്ഞ മഹാദേവൻ അനുഗ്രഹിക്കുമ്പോൾ പാതി മെയ്യ പകർത്ത് എടുത്ത് ഉമ. അങ്ങനെ പഞ്ചാത്മത്തെ തപസ് ചെയ്തുകൊണ്ട് മഹാദേവനെ സ്വീകരിച്ചതായ പാർവതീദേവിയുടെ ചരിത്രം. അതുപോലെ തന്നെ സ്വന്തം ആൾക്കാരെ, സ്വന്തം ബന്ധുക്കൾ മുകളിൽ പോയപ്പോൾ അച്ഛൻ്റെ അടുത്ത് യാഗം നടക്കുന്നു. പൊക്കോട്ടയെന്ന് വെച്ചാൽ ദിദാസസ രണ്ടായി പിരിഞ്ഞുകൊണ്ട് ഒരു ശക്തി മഹാദേവനും പാർവതിയും പിരിയാൻ പറ്റില്ല. എന്നാൽ തന്നെ ഒരംശം മഹാദേവൻ്റെ അനുവാദമില്ലാതെ അവിടെ പോയപ്പോൾ സ്വന്തം ഭർത്താവിനെ പറ്റി പറഞ്ഞതായ കൊള്ളിവാക്കുകൾ സ്വന്തം അച്ഛൻ തന്നെ പറഞ്ഞു. അവിടെ തന്നെ സദ്യ പ്രജജ്വാല സമാധിജാഗ്ന.
അവിടെ ശരീരം ദഹിപ്പിക്കുകയാണുണ്ടായത്. പിന്നീട് ശിവഭൂതഗണങ്ങളും എല്ലാവരും കൂടി അവിടെ ചെന്ന് ആ ദക്ഷൻ്റെ യാഗശാല നശിപ്പിക്കുകയും പിന്നീട് അനവധി ജനങ്ങളുടെയും അനവധി മഹർഷിമാരുടെയും പ്രാർത്ഥന അനുസരിച്ച് ദക്ഷൻ എന്ന സ്ഥാനം നിലനിർത്തണം എന്നുള്ള അഭ്യർത്ഥന അനുസരിച്ച് അവിടെ തിരിച്ചട പറിച്ചെടുത്ത് കൊട്ടിയൂരിൽ ഓടപ്പൂവായി ഇന്ന് നമുക്ക് കിട്ടുമ്പോൾ അവിടെ വീരഭദ്രപെരുമാളെയും ഭദ്രകാളിയുടെയും സൃഷ്ടിച്ചുകൊണ്ട് അവിടെ യാഗശാല മുഴുവൻ നശിപ്പിച്ച് പിന്നീട് ഒരാടിൻ്റെ തലയെടുത്ത് വെച്ചുകൊണ്ട് അവിടെ ദക്ഷനെ സ്ഥാനം കൊടുത്തപ്പോൾ ശംചമേ മയസ്യമേ പ്രഞ്ജയമേന് കാമസ്യമേ സൗമനസസ്യമേ ഉദ്രഞ്ജമേ ശ്രേയസ്യമേ നമ്മളെല്ലാ ദിവസവും കഴിക്കുന്നതായ 36 കൂടം ധാര ശ്രീരുദ്രചമാദികളുടെ സമത്തിൽ പ്രധാനപ്പെട്ട വരികളാണ് പറഞ്ഞത്. അവിടെ ദക്ഷനെ കൊണ്ട് മഹാദേവനെ പ്രാർത്ഥിച്ചെങ്കിൽ സകലവിധ അഹങ്കാരങ്ങളും അവിടെ നശിച്ചു എന്നർത്ഥം. അഹം എന്നുള്ള ഭാവം തീർത്ത് അകലാൻ ഈ മന്ത്രം. എവിടെ അഹങ്കാരമുണ്ടോ, ഞങ്ങളാണ് ഏറ്റവും വലിയ പൂജക്കാർ, ഞങ്ങളാണ് ഏറ്റവും വലിയ കലാകാരന്മാർ, ഞങ്ങളാണ് ഏറ്റവും വലിയ കൊട്ടക്കാർ, ഞങ്ങളെ കവിഞ്ഞു വേറൊന്നുമില്ല എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ടീമുകൾ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അങ്ങനെ അഹങ്കാരങ്ങൾ മുഴുവനും എവിടെയാണോ ഉണ്ടാവുന്നത് അവിടെ നശിപ്പിക്കാനായിക്കൊണ്ട് മഹാദേവൻ വരും. അവിടെ നമുക്കറിയാം മൂല്യഭക്തനായിരുന്നു, 10 തലയുടെ ശക്തിയുടെ ബുദ്ധിയായ രാവണൻ മഹാദേവനെ കൈലാസമെടുത്ത് അപമാനമാടാൻ തുടങ്ങിയ മഹാദേവൻ്റെ ഒരു വിരലും കൊണ്ടൊന്ന് കൈലാസം ചവിട്ടിപ്പോൾ കാലിൻ്റെ അടിയിൽ പോയപ്പോൾ ജടാകടാക സംഭ്രമ നിർമ്മലി ലോലോല വിരാജമാനമോധനി ഡമ എന്ന് രാവണനെ കൊണ്ട് പാടിച്ചെങ്കിൽ, അല്ലെങ്കിൽ അസുരജന്മം അല്ലെങ്കിൽ രാക്ഷസ ജന്മത്തെ കൊണ്ട് പാടിച്ചെങ്കിൽ മഹാദേവൻ്റെ ശക്തി ആലോചിക്കുക. അവിടെ അസുരനെന്നോ ബ്രാഹ്മണനെന്നോ ദേവനെന്നോ ക്ഷത്രിയനെന്നോ ജാതിയെന്നോ മതമെന്നോ പാമ്പെന്നോ പുഴുവെന്നോ മയിലെന്നോ ഒരു വ്യത്യാസമില്ല മഹാദേവൻ. ഇവരുടെയൊക്കെ കാളയെന്നോ നന്ദികേശ്വരെന്നോ അങ്ങനെ ഒരു വ്യത്യാസമില്ല. ലോകത്തെ മുഴുവൻ സ്നേഹിക്കുന്ന തൻ്റെ യാത്രയ്ക്ക് പോകുന്നതായ വലിയ വലിയ രഥങ്ങളൊന്നുമില്ല, ഒരു വെളുത്ത കാളയാണ്. അതിൻ്റെ മുകളിലാണ് ആദ്യം നാട്യശാസ്ത്രം അരങ്ങേറിയത്. അതിൻ്റെ പൂഞ്ഞയിൽ ഓപ്പൺ എയർ, ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ ഓപ്പൺ എയർ ഓഡിറ്റോറിയം നന്ദികേശ്വരൻ്റെ പുറത്താണ്. അവിടെ ഡക്ക മുഴക്കിക്കൊണ്ട് അയ്യോ നെള്ളു കേവം അയ്യോ കയറിട്ട് ജലന് എന്ന് പറഞ്ഞുകൊണ്ട് ഡക്കയിൽ നിന്നുള്ളതായ അക്ഷരങ്ങളെല്ലാം അക്ഷരാണാം അകാരോസ്മി. വേറൊരു ഭാഷ, പുതിയ ഭാഷ ഉണ്ടാക്കാൻ ലോകത്തിലെ ശാസ്ത്രങ്ങൾ മുഴുവൻ ശ്രമിച്ചിട്ടും പറ്റുന്നില്ല പുതിയ ഭാഷ. അതപ്പോൾ ദൈവത്തിൽ നിന്നുണ്ടായതാണ് ഭാഷകളെല്ലാം. അങ്ങനെ ജനക്ഷമഞ്ഞ കവച്ചട കവയ ശസ്സര് ഹല് തീർന്നു അക്ഷരങ്ങൾ മുഴുവനും. അതിൽ നിന്നാണ് സംസ്കൃതാധാര്യത. സംസ്കൃത ഭാഷയിൽ നിന്നുള്ളതാണ് ഭാരതത്തിലെ 99% ഭാഷകളും. നമ്മൾ ഉപയോഗിക്കുന്ന മലയാള ഭാഷയുടെയും 90% സംസ്കൃത ഭാഷയാണ്. സംസ്കൃതം പഠിച്ചവന് ഏത് ജോലി ചെയ്താലും എന്ത് ചെയ്താലും അതിൻ്റെ സംസ്കാരം എന്നും ഉണ്ടാവുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും പറ്റുമെങ്കിൽ സംസ്കൃത അക്ഷരങ്ങളെങ്കിലും കുറേ സംസ്കൃത വാക്കുകളെങ്കിലും സംസ്കൃതത്തിൽ എഴുതാൻ പഠിക്കാൻ സാധിക്കട്ടെ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാ സംസ്കൃത പ്രേമികൾക്കും സംസ്കാരത്തിൻ്റെതായ ഭാരതത്തിൻ്റെ ജർമ്മനിയിലൊക്കെ നമുക്കറിയാം സംസ്കൃത ശ്ലോകങ്ങളാണ് സ്കൂളുകളിലൊക്കെ ഇപ്പോൾ ചെല്ലുന്നത്. അതുപോലെ തന്നെ മറ്റു വിദേശ രാഷ്ട്രങ്ങളിൽ മുഴുവനും ഭാരതത്തിൻ്റെ ശ്ലോകങ്ങളാണ് കീർത്തനമായിട്ടെടുക്കുന്നത്, അല്ലെങ്കിൽ സ്കൂൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് റെക്കോർഡ് വയ്ക്കുന്നത്. അപ്പോൾ ഭാരതത്തെ ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ഭാരതത്തിൻ്റെ ചരിത്രങ്ങൾ, ക്ഷമയുടെ അഹിംസയുടെ സ്നേഹത്തിൻ്റെ പര്യായമായ ഭാരതത്തിൻ്റെ സംസ്കാരം ലോകത്തിൽ മുഴുവൻ എത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.